ഭാഗം 2 ടിഷ്യൂ. ക്ലാസ്സിലേക്ക് കാലെടുത്തു വെച്ചില്ല. അതിനു മുന്നേ ഞാൻ നിലം പതിച്ചിരുന്നു. കൈയും കാലുമൊക്കെ ഭയങ്കര വേദന. ഭാഗ്യത്തിന് ബാഗ് തോളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തലക്കൊന്നും പറ്റിയില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരുത്തൻ എൻ്റെ മേലിൽ വീണ് കിടക്കാണ്. ഞങ്ങൾ രണ്ടാളും കൂട്ടിയിടിച്ച ശബ്ദം കേട്ട് ഹസിയും കൂട്ടരും വരാന്തയിലേക്ക് ഓടി വന്നു. അവൻ അപ്പോഴേക്കും എണീറ്റിരുന്നു. ഹസി എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എനിക്ക് കരച്ചിൽ വന്ന് ഇങ്ങെത്തിയിരുന്നു. ഹസി അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചീത്ത പറയാൻ തുടങ്ങി. "ഡാ ജാസിഫേ, അൻ്റെ കളി കുറച്ച് കൂടുന്നുണ്ട് ട്ടാ. ഇവളിൻ്റെ ആപ്പാൻ്റെ മോളാ. ഞാനിത് ഓളെ ഇപ്പാനോട് പോയി പറയും കണ്ടോ. " ഹസി നല്ല കലിപ്പിലായിരുന്നു അത് പറഞ്ഞത്. പക്ഷേ അവനുണ്ടോ ഇതൊക്കെ ഏൽക്കുന്നു. അവൻ ഹസിയെ നോക്കി "പോടീ ചൂലേ" എന്നും പറഞ്ഞ് കൂടെയുണ്ടായിരുന്ന ഒരുത്തനിട്ടൊരടിയും കൊടുത്തിട്ട് അവൻ ഒരു ഓട്ടമായിരുന്നു. ഞാൻ തിരിച്ച് ക്ലാസ്സിൽ കയറാൻ നേരമുണ്ട് ചക്ക വീണ പോലെ ഒരു ശബ്ദം. ധോം. എന്താ അതെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഷൈൻ ചെയ്തു പോയവൻ വരാന്തയിൽ വീണ് കിടക്കുന്നു. പോരേ പൂരം. അവൻ വീണ് കിടക്കുന്നത് കണ്ടാൽ ആർക്കും ഒരു സഹതാപം തോന്നും. അമ്മാതിരി വീഴ്ച അല്ലായിരുന്നോ വീണത്. പക്ഷേ ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ചത് അവൻ്റെ മുഖത്തെ ഭാവങ്ങളായിരുന്നു. നവരസങ്ങളും മിന്നിമറയുകയായിരുന്നു അവൻ്റെ മുഖത്ത്. ഓന് അങ്ങനെ തന്നെ വേണം. ഒരു ജാതി സാധന ഓന്. വികൃതിക്കൊത്തി ജാസിഫ്. കൂടെ ഉണ്ടായിരുന്നവരും ഹസി പറഞ്ഞതിനോട് യോജിച്ചു. അപ്പോൾ തന്നെ എനിക്ക് അവനെക്കുറിച്ച് ഏകദേശം മനസ്സിലായി. ഞങ്ങൾ ക്ലാസ്സിലേക്ക് കയറി. ഹസി എനിക്ക് അവളുടെ എല്ലാ കൂട്ടുകാരെയും പരിചയപ്പെടുത്തി തന്നു. അവരെയൊക്കെ നമുക്ക് വഴിയേ പരിചയപ്പെടാം. ക്ലാസ്സിൽ കയറിയിരിക്കാനുള്ള ഫസ്റ്റ് ബെല്ല് കേട്ടപ്പോഴാണ് എനിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഞാൻ നോക്കിയത്. എല്ലാ ബെഞ്ചിലും ഫുൾ കുട്ടികളായിരുന്നു. ഒരു ബെഞ്ചിൽ മാത്രം 3 കുട്ടികളാണുള്ളത്. ഹസി എന്നോട് ആ സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ആ ബെഞ്ചിൽ എന്നെപ്പോലെ പുതുതായി വന്ന മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. കരിമഷിയിട്ട കണ്ണുകളും വെളുത്തു തുടുത്ത കവിളുകളും തോളറ്റമുള്ള കാർകൂന്തലും ഉള്ള ഒരു സുന്ദരി പെണ്ണ്. ആരെയും ആകർഷിക്കുന്ന സ്വഭാവമായിരുന്നു അവളുടേത്. ഞങ്ങൾക്ക് 2 പേർക്കും അധികം കൂട്ടുകാരൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായി. ശോ, അവളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അശ്വതി. നമുക്ക് അവളെ അച്ചു എന്ന് വിളിക്കാം. ഞങ്ങൾ നല്ല കൂട്ടായപ്പോൾ ഹസിയും കൂട്ടരും ഞങ്ങളെയും അവരുടെ ഗ്യാങ്ങിൽ കൂട്ടി. പിന്നെ അവിടുന്നങ്ങോട്ട് ഫുൾ അടിച്ചുപൊളിയായിരുന്നു ലൈഫ്. അവധിക്ക് സ്കൂൾ പൂട്ടുന്നതൊന്നും ഞങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളെല്ലാവരോടും കൂട്ടായി മാറിയിരുന്നു. എന്തിനേറെ പറയുന്നു, വികൃതിക്കൊത്തി ജാസിഫ് അടക്കം ഞങ്ങളോട് നല്ല കൂട്ടായി. പതിയെ ഞാൻ എൻ്റെ പഴയ സ്കൂളിനെയും കൂട്ടുകാരെയും മറന്നു തുടങ്ങി. പക്ഷേ ക്ഷണിക്കാതെ എത്തുന്ന അതിഥിയെപ്പോലെ നെസിയുടെ ഓർമ്മകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. കാലങ്ങൾ ശരവേഗത്തിൽ കുതിച്ചു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ 7ലാണിപ്പോൾ പഠിക്കുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് തറവാടിന് തൊട്ടടുത്തായിട്ട് ഒരു പുതിയ വീടുണ്ടാക്കി. മുകളിൽ ഒറ്റമുറിയുള്ള ഒരു കൊച്ചു ഇരുനില വീട്. നല്ല ഭംഗിയുള്ള റൂമായിരുന്നു മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മാനോടൊക്കെ കെഞ്ചിയിട്ടാണ് ആ റൂം എനിക്ക് തന്നത്. ഒരു ചെറിയ കിളിവാതിലുമുണ്ട് റൂമിന്. പോരാത്തതിന് ബാൽക്കണിയിലേക്കുള്ള ഒരു വാതിലും എൻ്റെ റൂമിനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ വീട് നന്നായിട്ടങ്ങ് ഇഷ്ടായി. ആ ഇടയ്ക്കാണ് സ്കൂളിന് തൊട്ടടുത്ത് ഒരു ഗിറ്റാർ സ്കൂൾ തുടങ്ങുന്നത്. സ്കൂളിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും അവിടുന്ന് ഗിറ്റാറിൻ്റെ നല്ല ശബ്ദം കേൾക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാ ഉപ്പാൻ്റെ പിന്നാലെ നടക്കല്. എങ്ങനെയെങ്കിലും ഗിറ്റാർ പഠിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. അതിനു വേണ്ടി കരഞ്ഞു നോക്കി, പട്ടിണി വരെ കിടന്നു നോക്കി. പക്ഷേ പണ്ട് മുതലേ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ആ പരീക്ഷണം അപ്പോൾ തന്നെ അവസാനിപ്പിച്ചു. ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഉപ്പ സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന വെച്ചു. വെക്കേഷൻ ടൈമിൽ പോയാൽ മതിയെന്ന്. ഉപ്പ എന്തായാലും പോകാൻ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഞാനും സമ്മതിച്ചു. അങ്ങനെ വെക്കേഷന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ക്രിസ്മസ് എക്സാം വരുന്നത്. പഠിപ്പൊന്നും അധികം മണ്ടയിൽ കയറില്ലെങ്കിലും അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന ടീമായിരുന്നു ഞങ്ങൾ. അങ്ങനെ എല്ലാ എക്സാമും നല്ലോണം തകർത്ത് എഴുതി. ഇന്ന് അവസാനത്തെ എക്സാമാണ് ഹിന്ദി. ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ആയതുകൊണ്ട്
അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പരീക്ഷയൊക്കെ പെട്ടെന്ന് തന്നെ എഴുതി തീർന്നിരുന്നു. ഞാനും ഹസിയും പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ റേഡിയോ ജോക്കി എന്നറിയപ്പെടുന്ന ഹർഫയുമാണ് ഒപ്പം ഇരുന്നത്. ഇവളെ എന്തിനാ റേഡിയോ ജോക്കി എന്ന് വിളിക്കുന്നതെന്ന് വഴിയെ മനസ്സിലായിക്കോളും. എക്സാം നേരത്തെ എഴുതി തീർന്നെങ്കിലും ബെല്ലടിക്കാതെ വിടില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഭയങ്കര കത്തിയടിയായിരുന്നു. പക്ഷേ ഞങ്ങളെക്കാൾ വലിയ കത്തി പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. വേറാരുമല്ല, സാക്ഷാൽ ജാസിഫ് തന്നെ. അവൻ്റെ കത്തിയടി കേട്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. അമ്മാതിരി കത്തി. കത്തിയാണെങ്കിലും അത് കേട്ടിരിക്കാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞിരുന്നു. ടീച്ചർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇങ്ങനെ അവൻ്റെ കത്തിയടിയും കേട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു കത്തി എനിക്ക് നേരെ തിരിഞ്ഞത്. അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ.